Okay, let's welcome. ഇന്ന് നമ്മൾ പോകുന്നത് ഹാസ് ഹൗ ആണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം അത് നിങ്ങൾ കാണുമായിരിക്കും. കാണാത്തവരത് ഇന്ന് തന്നെ കാണുക. കാരണം ആ വീഡിയോയിൽ ഹാസ് ഹവിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പോകുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഹാർഡാണ് പറഞ്ഞത്. ബട്ട് ഹാർഡ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിഡിനെ കുറിച്ച് അറിയണം. അപ്പം ഡിഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ ക്ലാസ്. ഈ ഡിഡിൻ്റെ ആപ്ലിക്കേഷൻ, ഡിഡ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്, പോസിറ്റീവ് എവിടെ, നെഗറ്റീവ് എവിടെ, അത് വെച്ച് അങ്ങനെ ക്വസ്റ്റൻ ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഡിഡ്. ഓക്കെ, ശരിക്കും ഡിഡ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഡൂൺ ഡസൻ ഡിഡ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാൻ ഇനിയുള്ള ദിവസം ഡിഡ് ഇന്ന് ഞാൻ പറയും. ഇന്നത്തെ വീഡിയോ ഡിഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഡൂൺ ഡസും പറയും. അപ്പം നിങ്ങൾക്ക് ആ കമ്പാരിസൺ ഞാൻ പറയും. ആദ്യം ഡിഡ്, പിന്നെ ഡൂൺ ഡസും, അതിനുശേഷം മൂന്ന് തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ ക്ലിയർ ആക്കുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്ന ഡിഡിലാണ്. ഡിഡ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിലാണ്. അപ്പം പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഡൂ ഡസും പ്രസൻറ്റിലാണെങ്കിൽ ഡിഡ് പാസ്റ്റ് ആണ്. അപ്പം പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലൈഫ് നമുക്ക് മൂന്നാറ് ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ, അതായത് അന്ന് മുതലുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ പോകുന്നു, പിന്നെ ഫ്യൂച്ചർ, അങ്ങനെ മൂന്നാറ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ പാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഡ് ആണ്. കാരണം നമുക്ക് ഏറെക്കുറെ ട്രാൻസ്ലേഷൻ എല്ലാം ഡിഡ് മനസ്സിലായ ഒരാളെ സംബന്ധിച്ച് അവന് പെതുക്കെ സംസാരിച്ച് തുടങ്ങാൻ പറ്റും. അതാണ് ഡിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം, ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ ചെയ്ത കാര്യങ്ങളെല്ലാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിഡ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ, ആ ചോദ്യത്തിൻ്റെ ഒരു രീതി എങ്ങനെ, അതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉള്ള പോസിറ്റീവ്, ആദ്യം ഡിഡ് വെച്ചിട്ടുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിഡ് എങ്ങനെ ഫോം ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വെർബിൻ്റെ ഫോംസ് വെച്ചിട്ട് ഡിഡോടുള്ള കമ്പാരിസൺ എല്ലാം കൂടെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിഡ് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയേണ്ടത് ഡിഡ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഡിഡ് എങ്ങനെ വന്നത് അതിനെക്കുറിച്ചാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ ഞാൻ വേർബ് ഫോംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു കൂടി ഞാൻ പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ച് വേർബ് ഫോംസ് നിങ്ങൾക്കറിയാം. വേർബിന് ശരിക്കും 5 ഫോംസ് ഉണ്ട്. ശരിക്കും വേർബിന് 5 ഫോംസ്. ആ 5 ഫോംസിൻ്റെ അകത്ത് നമ്മൾ V1, V1S, ഇവിടെ ഞാൻ പറയാം, നമുക്ക് കിട്ടും V1, V1S, V2, V3, ING ഫോം. ആ ING ഫോം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ V2 എന്ന കാറ്റഗറി നമ്മൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ സ്ക്രീനിൽ ഇപ്പം V2 വരുന്നുണ്ട്. ഇപ്പോൾ V1 വരുന്നു, V2 വരുന്നു. അപ്പോൾ ഈ V2 എങ്ങനെ ഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, V1നോടൊപ്പം നമ്മൾ ഡിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് V2 ഫോം ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, വളരെ സിമ്പിളായിട്ട്. കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിഡ് പ്ലസ് V1 ആണ് എന്ത്, V2. ഇപ്പോൾ ഇതൊരു മാത്സ് ഇക്വേഷൻ പോലെ നമുക്ക് പോകാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് V1 ആണ് എന്ത്, V2. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം എന്ത് V1ൻ്റെ കുറേ വേർബ് ഫോംസ് എടുത്ത് മനസ്സിലുണ്ടെങ്കിൽ, അപ്പോൾ ഇംഗ്ലീഷിലൊരു എത്ര വേർബ് ഫോംസ് ഉണ്ടോ ആ വേർബ് ഫോംസ് എല്ലാം നിങ്ങൾ ഏകദേശം V1ഉം V2 അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡിഡ് വെച്ചിട്ട് ബേസിക് ആയിട്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിക്കാം, അതെല്ലാം ചോദിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സാമ്പിളായിട്ട് ഞാനിപ്പം ഒരു വേർബ് എടുത്ത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ആദ്യം ഞാനൊരു വെർബ് എടുക്കും, അതിൻ്റെ അതിനൊരു എക്സ്പ്ലനേഷൻ തരും. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ പെതുക്കെ നിങ്ങൾക്കും അങ്ങനെ ഓരോ വേർബ് എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് വേർബ് നമ്മൾ എടുക്കുന്നത് ടേക്ക് എടുക്കാം. നിങ്ങൾക്കറിയാം. അപ്പോൾ ടേക്കിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴത്തേന് നിങ്ങൾക്കറിയാം, ടേക്കിൻ്റെ 5 ഫോംസ് എടുക്കുകയാണെങ്കിൽ ടേക്ക്, ടേക്സ്, ടുക്ക്, ടേക്കൺ, ടേക്കിംഗ്, അല്ലേ? അപ്പോൾ ആ ഒരു 5 ഫോം എടുക്കുവാണെങ്കിൽ, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു ഇക്വേഷൻ പോലെ നമുക്ക് പഠിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. ഡിഡ് പ്ലസ് V1 ആണ് എന്ത്, V2. അപ്പോൾ ഇവിടെ ഡിഡ് പ്ലസ് V1 എന്ന് പറയുന്നത് ഇവിടെ ടേക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഡ് പ്ലസ് ടേക്ക് ആണ് എന്ത്, ടുക്ക്. ശരിയാ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം സ്റ്റഡി വേർബ് ഫോംസ് എടുക്കുന്നു. സ്റ്റഡിയുടെ 5 ഫോംസ് വരുന്നു. സ്റ്റഡി, സ്റ്റഡീസ്, സ്റ്റഡീഡ്. അങ്ങനെയാണെങ്കിൽ ഡിഡ് പ്ലസ് V1 അതായത് സ്റ്റഡി, ഡിഡ് പ്ലസ് സ്റ്റഡി. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്തായിരിക്കും? അത് സ്റ്റഡീഡ് ആയിരിക്കും, V2. അപ്പോൾ ഡിഡ് പ്ലസ് V1 ആണ് എന്ത്, V2. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിഡ് പ്ലസ് ഗീവ് എന്താ, ഗേവ് ആണ്. ഡിഡ് പ്ലസ് പ്ലേ എന്തായിരിക്കും, പ്ലേഡ് ആണ്. ഡിഡ് പ്ലസ് കം എന്തായിരിക്കും, കെയിം ആയിരിക്കും. ഡിഡ് പ്ലസ് സി, സോ. അപ്പം ഡിഡ് പ്ലസ് സി, ഡിഡ് പ്ലസ് സി. ഇപ്പോൾ കുറേ ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഡിഡിനോടൊപ്പം V1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V2 കിട്ടും. അത് ഓർത്തിരിക്കും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു 3-4 പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വേർബ് ഫോംസ് തന്നു കഴിഞ്ഞാൽ ഡിഡിനോടൊപ്പം V1 നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഡിഡ് പ്ലസ് V1 എന്തായിരിക്കും, V2 ആയിരിക്കും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ? ഇപ്പം ഞാനിപ്പോൾ കുറച്ച് വേർബ് ഫോംസ് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഈ സ്ക്രീനിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നോട്ടീസ് എന്നെടുക്കുവാണെങ്കിൽ എന്ന രീതിയാണെങ്കിൽ, അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു കുറച്ച് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം.
ഇപ്പം ഞാൻ പോസിറ്റീവ് പറയുന്നു, അതിനുശേഷം നിങ്ങൾ ഓർക്കണം, ആ സ്പ്ലിറ്റിംഗ് ഓർത്ത് വെച്ചോണം. V2 എന്ന് പറഞ്ഞ വേർബിന് ഇനി ആരെങ്കിലും ഒരാൾ നാളെ ചോദിക്കുവാണ് നിങ്ങളോട് V2 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഈ ഒരു അറിയാമെങ്കിൽ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്. ഇപ്പം സ്റ്റഡീഡ്, അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിഡിങ് എടുക്കണം. അപ്പോൾ സ്റ്റഡീഡ് എങ്ങനെ ഫോം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് എന്ത്, സ്റ്റഡീഡ്. പ്ലേഡ് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ ആണ് എന്ത്, പ്ലേഡ്. അപ്പോൾ കെയിമോ ഡിഡ് പ്ലസ് കം ആണ് കെയിം. അപ്പം ഏത് വേർബിനെ ജസ്റ്റ് V2 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിടാൻ പറഞ്ഞാൽ നേരെ V1 പ്ലസ് ഡിഡ് പ്ലസ് V1 ആയിട്ട് മാറ്റി എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്, അല്ലേ. അപ്പോൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം കുറച്ച് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഡിഡ് വെച്ച് പറയുന്നത്, അങ്ങനെയാണ് ഡിഡ് വെച്ച് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചു നിങ്ങൾക്കറിയാം V2 ഡയറക്റ്റ് പറഞ്ഞാൽ മതി, വളരെ സിമ്പിൾ. V2 എന്ന ഫോംസ്, കാരണം സിമ്പിൾ പാസ് എന്ന് പറഞ്ഞ ടെൻസ് ആയത് ശരിക്കും ഇത്. അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻസ് വൈസ് നിങ്ങൾ പോകണ്ട, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ, കാരണം ഞാൻ സെൻറ്റൻസ് സ്ട്രക്ചർ പോകുന്നുണ്ട്, കാരണം സെൻറ്റൻസ് സ്ട്രക്ചറാണ് മിക്ക സ്റ്റുഡൻസിന് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടവർക്കറിയാം. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V2 ആണ് ശരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ, സബ്ജക്ട് പ്ലസ് V2. ഇപ്പോൾ ഡയറക്റ്റ് V2 നമുക്ക് വേർബ് ഫോം ആഡ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ആകുമ്പോൾ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അപ്പം വേർബിൻ്റെ ഈ ഫോംസ് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ തെറ്റാതെ നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും. അപ്പോൾ സബ്ജക്ട് പ്ലസ് V2 സെൻറ്റൻസിനുള്ള റൂൾ അവർ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല, സബ്ജക്റ്റിന് ശേഷം അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്നോ ഡിഫറൻസ് ഒന്നും പാസിനില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഹാസും ഹാവും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സിംഗുലറിന് ഹാസ് ആണ്, പ്ലൂറലിന് ഹാവ് ആണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഏത് സബ്ജക്റ്റ് വന്നാലും ഡയറക്റ്റ് V2 ഫോം ചെയ്യാം. അപ്പോൾ I ആണെങ്കിലും U ആണെങ്കിലും V ആണെങ്കിലും ദേ ആണെങ്കിലും എല്ലാം നമ്മൾ ഡയറക്റ്റ് V2 കൊടുത്താൽ മതി, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ സബ്ജക്ട് പ്ലസ് V2 അങ്ങനെയാണെങ്കിൽ I studied, I played, I came, I gave, I walked, I saw എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ഞാൻ പഠിച്ചു എന്നാണെങ്കിൽ I studied, ഡയറക്റ്റ് V2. ഞാൻ കളിച്ചു, I played ആണ്. ഞാൻ വന്നു, I came. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറേ വെർബ് ഫോംസ് എല്ലായിട്ട് നിങ്ങൾക്ക് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ കണ്ടു, I saw. നിങ്ങൾ ഓർക്കണം, ഈ മലയാളങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തു, I walked, അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സബ്ജക്ട് പ്ലസ് V2 എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഇനിയും പോസിറ്റീവ് ആദ്യം പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഠിച്ചു അങ്ങനെ പറയും. അതിന് നമ്മൾ പറയുന്നുണ്ട് എവ്രിബഡി, അല്ലേ, എവ്രിബഡി. അങ്ങനെയാണെങ്കിൽ എവ്രിബഡി സ്റ്റഡീഡ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പലതും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടി. അപ്പം കുറേ ഞാൻ കണ്ടു, I saw ആണ്. ഞാൻ വർക്ക് ചെയ്തു, I walked ആണ്. അങ്ങനെ കുറച്ച് പാറ്റേൺ നിങ്ങൾ പോകണം. അങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സബ്ജക്റ്റ് പ്ലസ് V2 ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചു എന്ന് മാത്രം നമ്മൾ ലൈഫിൽ പറഞ്ഞാൽ പോരാല്ലോ, ശരിയല്ലേ. നമ്മൾ എന്ത് പറയണം, ഞാൻ പഠിച്ചില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഞാൻ പഠിച്ചില്ല എന്ന്. ഞാൻ പഠിച്ചു, I studied ആണെങ്കിൽ ഞാൻ പഠിച്ചില്ല എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പം I studied അല്ലെങ്കിൽ I come ആണോ കെയിം ആണോ, I come എന്ന് പറയല്. I come yesterday എന്നൊക്കെ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അതിന് അർത്ഥമില്ലാതായി പോകും. ഞാൻ വരാറുണ്ട് ഇന്നലെ എന്ന് പറയുമോ, അല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ മലയാളം വരുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങി മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ എത്രത്തോളം നമ്മൾ പലരുടെ മുഖത്ത് നോക്കിയിട്ട് പല സെൻറ്റൻസ് പറയാറുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഗ്രാമർ പഠിക്കണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയിരിക്കണം. അതിൻ്റെ V2 ഫോം എങ്ങനെയാണ്, ഞാനതങ്ങനെ ഉപയോഗിച്ചെന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമായിരിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ സൂചിപ്പിക്കുവാണ്, അല്ലെങ്കിൽ I come yesterday എന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അവർ നോക്കുമ്പം I come yesterday, വെരി ഗുഡ്, ഇതെന്തൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ വരാറുണ്ട് ഇന്നലെ എന്ന് നമ്മൾ പറയുമോ. കാരണം അതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മലയാളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തെറ്റിച്ച് പറയണം. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങളൊരു ഇംഗ്ലീഷ് തെറ്റ് പറയുമ്പം അവർക്കുണ്ടാകുന്ന ഫീല് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. കാരണം ഞാനിപ്പോൾ മലയാളം പറയാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം മലയാളം അറിയാവുന്നവരാണ്, ശരിയല്ലേ. എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാറുണ്ട് ഇന്നലെ എന്ന് നിങ്ങൾ മലയാളം പറയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പഠിക്കാറുണ്ട് ഇന്നലെ, അല്ല ഞാൻ പഠിക്കും ഇന്നലെ
എന്ന് സെൻറ്റൻസ് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും, ശരിയല്ലേ? ആ മലയാളം തന്നെ തെറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിൽ നിന്ന് മാറി വന്നാൽ നമുക്കത് തെറ്റായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മളെല്ലാം മലയാളീസാണ്, നമുക്ക് മലയാളം തെറ്റി വന്ന് നമുക്കറിയാം അല്ലേ? അതേപോലെ ഇംഗ്ലീഷിന് ഒരു സ്ട്രക്ചറുണ്ട്. ഞാൻ പഠിക്കും ഇന്നലെ എന്ന് മലയാളം പറഞ്ഞത് തെറ്റാണ് നമ്മൾ ഈ കാണുന്ന എല്ലാവരും പറയും, ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷിലും അതേപോലെ ഒരു സ്ട്രക്ചർ അവർ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചർ പ്രകാരം പോയാലേ കറക്റ്റായിട്ട് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ കറക്റ്റായിട്ട് ആ ട്രാൻസ്ലേഷൻ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ചിരിക്കും, നമ്മൾ മലയാളം നമ്മുടെ മുഖത്ത് വിട്ടൊരാൾ പറയുകയാണ് ഞാൻ നാളെ പോയി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അവനെ വിളിക്കും, ഇന്നലെ വിളിക്കും. ഓക്കെ, നമ്മൾ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. ഇതേപോലെ നമ്മൾ ആ സ്ട്രക്ചർ, ആ വിളിക്കും എന്ന് പറയേണ്ടത് മാറിപ്പോയി, ഇന്നലെ വന്നു, അപ്പോൾ ആ ഓർഡർ മാറി. അതുകൊണ്ടാണ് മലയാളം നമുക്ക് മനസ്സിലായപ്പോൾ നമ്മളൊരാളെ ഇങ്ങനെ മലയാളം നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ നമുക്ക് ചിരിക്കും, ശരിയല്ലേ? ചേട്ടാ ഇവരെന്താ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ? അപ്പോൾ അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂറോപ്യൻ കൺട്രി പോയി, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി അല്ല, നിങ്ങളിവിടെ ജസ്റ്റ് ഒരു ഇംഗ്ലീഷോട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവർ നിങ്ങളോട് ഇങ്ങനെ, നമ്മൾ മലയാളം തെറ്റിയുമ്പോൾ നമ്മൾ ഇവരെന്ത് ഇങ്ങനെ പറഞ്ഞു ഇംഗ്ലീഷിൽ ആ ഒരു സ്ട്രക്ചർ മാറിപ്പോകുമ്പം അവർ നിങ്ങളെ നോക്കി ഇവിടെ ഇവരെന്തോടെ ഈ പറയുന്നത് എന്ന് വിചാരിച്ചു പോകും. കാരണം സെൻറ്റൻസിൻ്റെ ആ സ്ട്രക്ചർ കറക്റ്റ് അല്ല കിടക്കുന്നത്. നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയണം, പിന്നെ അവർ നോ ഇഷ്യൂസ്, കുഴപ്പമില്ല പറയട്ടെ, ഒരു ഫ്ലോയ്ക്ക് നമ്മളങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്ട്രക്ചറും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഡിഡിൻ്റെ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഐ സ്റ്റഡീഡ് ആണ്, ശരിയല്ലേ? അപ്പോൾ നോവൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇനിയിപ്പം പഠിച്ചില്ല എന്ന നെഗറ്റീവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പഠിച്ചില്ല എന്ന് പറയുമ്പം ഈ സ്റ്റഡീഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം ഞാനിവിടെ ഉണ്ട്, സ്റ്റഡീഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്റ്റഡീഡിനെ നിങ്ങൾ ശരിക്കും രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ, ഞാൻ മുമ്പേ ഈ ക്ലാസ്സിൻ്റെ ആദ്യം ഞാൻ പഠിപ്പിച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് എന്ത്, സ്റ്റഡീഡ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റഡീഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇനി എൻ്റെ ഇടയ്ക്കോട്ട്, ആ ഡിഡിൻ്റെ സ്റ്റഡീഡ് ഇടയ്ക്കോട്ട് ജസ്റ്റ് നോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിച്ചില്ല, ഈ സ്റ്റഡീനെ സ്പ്ലിറ്റ് ചെയ്ത ഡിഡും ആ ഒരു നോട്ടും പ്ലസ് സ്റ്റഡി. അപ്പോൾ സ്റ്റഡിയുടെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഡിഡും സ്റ്റഡിയാണ്, ഇടയ്ക്കൂടി നോട്ട് ആഡ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ ഡിഡ് നോട്ട് സ്റ്റഡി. ഇപ്പം ഞാൻ പഠിച്ചില്ല, വളരെ സിമ്പിളാണ്, ഐ ഡിഡ് നോട്ട് സ്റ്റഡി. ഇപ്പം ഞാൻ കണ്ടില്ല, അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറയുമ്പം ഐ സോ ഞാൻ കണ്ടില്ല. ഐ ഡിഡ് നോട്ട്, സി ആണോ സോ ആണോ സീനാണോ നിങ്ങൾ തന്നെ പറയും. ഡിഡ് പ്ലസ് സി ആണ് എന്ത്, സോ ഐ ഡിഡ് നോട്ട് സേ അല്ലേ? അപ്പം ഞാൻ വന്നില്ല, ഐ ഡിഡ് നോട്ട് കമ്മാണോ കെയിമാണോ, ഐ ഡിഡ് നോട്ട് കമ്മാണ്. ഞാൻ വർക്ക് ചെയ്തില്ല, ഐ ഡിഡ് നോട്ട് വർക്ക്. ഞാൻ വിളിച്ചില്ല, ഐ ഡിഡ് നോട്ട് കോൾ അല്ലേ? ഞാൻ എഴുതിയില്ല, ഐ ഡിഡ് നോട്ട് റൈറ്റ് അല്ലേ? അപ്പം ഇതെല്ലാം പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് സ്പ്ലിറ്റിങ്. അപ്പം ഞാൻ എഴുതിയില്ല, കണ്ടില്ല, വന്നില്ല, പോയില്ല എന്ന രീതി കാറ്റഗറി എല്ലാം ഇങ്ങനെ ഈ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ നോട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ പഠിച്ചില്ല, വന്നില്ല, പോയില്ല, കണ്ടില്ല, സംസാരിച്ചില്ല, ഞാൻ എഴുതിയില്ല, ഞാൻ അസൈൻമെൻറ്റ് വെച്ചില്ല, ഞാൻ നോട്ടീസ് ചെയ്തില്ല, ഞാനോട് സംസാരിച്ചില്ല, അപ്പം ഞാൻ എൻ്റെ പപ്പായോട് സംസാരിച്ചില്ല, ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചില്ല, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം ഈ ഒരു ഡിഡ് നോട്ട് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തില്ല, വന്നില്ല, പോയില്ല, കണ്ടില്ല, അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ എല്ലാം ഈ ഒരു ഡിഡ് നോട്ട് പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ചില സ്റ്റുഡൻസിൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറയാം. അവർ ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, നിങ്ങൾ നാളെ തൊട്ട് തെറ്റ് ആവർത്തിക്കില്ല അല്ലേ? ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് V1 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഡിഡ് നോട്ട് ശേഷം V1 വരുമെന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെ നിങ്ങളെ സെൻറ്റൻസ് വെട്ടിക്കുക, തെറ്റാണ്. കാരണം അത് ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ പ്രകാരം ഡിഡ് നോട്ട് ശേഷം V1, ഡിഡിന് ശേഷം ഡിഡ് നോട്ടിന് ശേഷം V1 ആഡ് ചെയ്യാൻ റൂളുള്ളൂ. V1, V2, V3 ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി എഴുതിയേക്കും, നാളെ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യാൻ പോകുക ഒരു സെൻറ്റൻസ്, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഐ ഡിഡ് നോട്ട് ഡൺ എന്നൊരു കുട്ടി എഴുതിയേക്കുക, അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഡ് നോട്ട് സീൻ എന്ന് എഴുതിയിരിക്കുക. ഈ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ? ഈ സെൻറ്റൻസ് നിങ്ങൾ വെട്ടണം, അത് തെറ്റാണ്. കാരണം ഐ ഡിഡ് നോട്ട് ശേഷം നിങ്ങൾ തന്നെ വെട്ടി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും സീൻ ഒരിക്കലും വരില്ല, കാരണം അത് V3 ആണ്. സീൻ വരില്ല, ഐ ഡിഡ് നോട്ട് സീയെ വരുള്ളൂ.
അല്ലേ? അപ്പം ഞാൻ പഠിച്ചില്ല, ഐ ഡിഡ് നോട്ട് സ്റ്റഡിങ് എന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടണം. ഐ ഡിഡ് നോട്ട് സ്റ്റഡി ആണ്, ഞാൻ വർക്ക് ചെയ്തില്ല, ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം V1 വെച്ച് നെഗറ്റീവ് മെൻറ്റാലിറ്റി വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ, ആ ഒരു ചിന്താഗതിയോട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് തെറ്റാതെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും, വളരെ കോൺഫിഡൻസോടെ. നിങ്ങൾ ഗ്രാമാറ്റിക്കൽ നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നെഗറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കണം, അവർ നെഗറ്റീവ് പറയുമ്പോൾ പൊതുവെ സോറി അവർ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, കാരണം ഞാൻ പഠിച്ചില്ലെന്ന് പറയുമ്പോഴത്തേനും അവർ സോറി ഐ ഡിഡ് നോട്ട് സ്റ്റഡി എന്നവർ പറയും. എങ്കിലും നമ്മളിപ്പോൾ ആ ഒരു സ്ട്രക്ചർ നെഗറ്റീവ് പഠിക്കുകയാണ്. ഓക്കെ, ഇനി നീ പഠിച്ചോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനെക്കുറിച്ച് ഇനി പറയാൻ പോകും. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിഡിനെ എടുത്ത് ആദ്യം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഡിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ഇന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങും. അതിൻ്റെ സിമ്പിളായിട്ടൊരു ട്രിക്ക് പറയുവാണെങ്കിൽ, നീ പഠിച്ചോ ഈ ഡിഡ് ആദ്യം കൊണ്ടുപോകാം, അല്ലേ? നീ പഠിച്ചു എന്നാണെങ്കിൽ യു സ്റ്റഡീഡ്, ശരിയല്ലേ? അതിൻ്റെ അകത്തു നിന്ന് സ്റ്റഡീഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു ഞാൻ ഡിഡും സ്റ്റഡിയുമായിട്ട്. എന്നിട്ട് ആ ഡിഡിങ് ആദ്യം കൊണ്ടുവരിക, എന്നിട്ട് ആ യു അവിടെ ഇട്ടു. അപ്പം നീ പഠിച്ചോ ഡിഡ് യു സ്റ്റഡി ആണോ സ്റ്റഡീഡ് ആണോ? ഡിഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ വരത്തുള്ളൂ? വെർബ് ഫോം, ബേസ് ഫോം, അതായത് V1 വരുള്ളൂ, അതായത് സ്റ്റഡി. സോ ഡിഡ് യു സ്റ്റഡി ആണ്, നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലായി അല്ലേ? അപ്പം ഡിഡ് യു സ്റ്റഡി ആണ്. അപ്പം ഏകദേശം ഒരു കാറ്റഗറി കിട്ടി. അപ്പോൾ നോർമലി അതൊരു ക്വസ്റ്റ്യൻ ആണ്. നീ പഠിച്ചോ എന്നൊരാളിനോട് ചോദിക്കണമെങ്കിൽ ഡിഡ് യു സ്റ്റഡി ആണ്. നീ വർക്ക് ചെയ്തു എന്നാണെങ്കിൽ ഡിഡ് യു വർക്ക്. നീ വിളിച്ചോ എന്നാണെങ്കിൽ ഡിഡ് യു കോൾ ആണ്. നീ സംസാരിച്ചോ, നീ പോയോ, ഡിഡ് യു ഗോ. അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം OET ബന്ധപ്പെട്ട് ഈ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എല്ലാം ആണെങ്കിൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഐ ടുക്ക് മെഡിസിൻ എന്ന കാറ്റഗറി പറയാൻ പറ്റും കേട്ടോ. അതേ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് OETക്കും ഇതേപോലെ സെന്റൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് സെന്റൻസ് പേഷ്യൻ്റ് ആക്കുന്നു, നേഴ്സ് ആക്കുന്നു, മാറ്റം മാത്രമേ ഉള്ളൂ. സെന്റൻസിന്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. OET ആണെങ്കിലും IELTS ആണെങ്കിലും ഫ്ലുവൻസി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹിക്കുന്നവർക്കല്ല ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി അല്ലേ? ഡിഡ് യു കാറ്റഗറി. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ ഞാൻ യു തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ അവള് പഠിച്ചെന്നാണെങ്കിൽ ഡിഡ് ഷീ എന്ന കാറ്റഗറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഐ പറഞ്ഞിടത്തെല്ലാം ഐ യു വി ദ കാറ്റഗറി ഉപയോഗിക്കാം, ഹീ ഷീ ഇറ്റ് ഉപയോഗിക്കാം, യു വി ദ കാറ്റഗറി ഇതെല്ലാം ഉപയോഗിക്കാം. ഇനി ഒരു പേഴ്സന്റെ പേരാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ക്ലാസ് എടുത്തോ ഡിഡ് ഐ ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേഴ്സൺ വരുമ്പോഴത്തേനും അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ആരാണോ സബ്ജക്റ്റ് ആരാണോ അവരെ എല്ലാം കൊടുക്കാൻ പറ്റും. ഡിഡിന് ശേഷം അങ്ങനെ സിംഗിളിലും പ്ലൂറലും എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം ഉപയോഗിക്കാൻ പറ്റും. സോ ഡിഡ് ഷീ, ഡിഡ് ഹി, ഡിഡ് ഐ, ഡിഡ് യു, ഡിഡ് ദ പേഷ്യൻ, അല്ലെങ്കിൽ ഡിഡ് മൈ ഫാദർ, ഡിഡ് മൈ മദർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അതിനുശേഷം V1 എടുത്താൽ മതി. ഇപ്പം നീ വർക്ക് ചെയ്തോ പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ, ഇതാണ് ഡിഡിൻ്റെ ഒരു ഓർഡർ. ഈ ഒരു ഓർഡർ ഒന്ന് ക്ലിയർ ആയാൽ മതി, നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഇപ്പം ഞാൻ പഠിച്ചില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പറയും ഐ ഡിഡ് നോട്ട് സ്റ്റഡി. നീ പഠിച്ചോ, ഡിഡ് യു സ്റ്റഡി. ഇപ്പോൾ ഇവിടെ എല്ലാം ഡിഡ് നോട്ടിന് ശേഷം സ്റ്റഡിയാണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അതാണ് മിക്ക സ്റ്റുഡൻസ് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഐ ഡിഡ് നോട്ട് സ്റ്റഡീഡ് എന്നൊക്കെ എഴുതി വെക്കും. അപ്പോൾ അത് തെറ്റാണ്. ഐ ഡിഡ് നോട്ട് സ്റ്റഡീഡ് എന്ന് എഴുതും. അത് നിങ്ങൾ തന്നെ ഇന്ന് മുതൽ വ്യക്തമാണ്. സ്റ്റഡീഡ് ഇനി എഴുതില്ല ഞാൻ, ഐ ഡിഡ് നോട്ട് സ്റ്റഡി. ഇനി ഇതിൻ്റെ റീസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതുമ്പം, നിങ്ങൾ നാളെ എവിടെ എഴുതുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം ന്യൂസ് പേപ്പറിൽ ഒരു സെൻറ്റൻസ് കാണും, നോക്കുക. നിങ്ങൾ നാളെ തൊട്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് V1 വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാറ്റേൺ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇത് നമുക്കിപ്പോൾ സീരിയസ് ആയിട്ട് ഇപ്പം ഐ സ്റ്റഡീഡ്, ഐ ഡിഡ് നോട്ട് സ്റ്റഡി, ഡിഡ് യു സ്റ്റഡി, ഇത് 3 എണ്ണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ, ഈ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയിട്ട് പോവുക ക്ലാസ്. ഞാനപ്പം ഇതൊരു സീരിയസ് ആയിട്ടൊക്കെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ളത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു ക്ലാസ് എടുക്കുന്നില്ല, ഈ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതായത് നമ്മുടെ മനസ്സിലിപ്പോൾ ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചോ, ഡിഡ് യു സ്റ്റഡി നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് അല്ലേ, നിങ്ങൾക്കിപ്പോൾ കാണാനുണ്ട്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ വെന്ന്, വിച്ച്, വെയർ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതറിയാമെങ്കിൽ ഈ കുറച്ചുകൂടി ട്രാൻസ്ലേഷൻ നമുക്ക് WH ക്വസ്റ്റ്യൻസൂടെ നമുക്ക് ഇതേ ഒരു ഫോർമാറ്റ് തന്നെ ഇത് ഇത്രയും മനസ്സിലായ ഒരാളെ സംബന്ധിച്ച് WH ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് WH ക്വസ്റ്റ്യൻസ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു റിക്കലക്ഷൻ പറയാം. വെൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എപ്പോൾ അല്ലേ, ഹൗ എങ്ങനെ, വൈ എന്തിന് എന്തുകൊണ്ട് വൈയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറ്റഗറി 2 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നു വെന്നായി, ഹൗ, വെയർ, പിന്നെ വോട്ട്, WH വോട്ട് എന്ന് പറയാം, അത് എന്ത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിഡ് യു സ്റ്റഡി, ഇത് മനസ്സിൽ വേണം അല്ലേ. ഇനിയിപ്പം ഈ വോട്ട്, വെന്ന്, വെയർ, വിച്ച് എല്ലാം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പ്ലേസ് ചെയ്യും.
ഇപ്പം ഞാൻ പറയാം. അപ്പം നീ പഠിച്ചോ എന്ന കാറ്റഗറി ഡിഡ് യു സ്റ്റഡി അല്ലേ. അപ്പോൾ ഇവിടെ ഡിഡ് ഉണ്ട്, ഡിഡ് യു സ്റ്റഡി ഉണ്ട്, നീ പഠിച്ചു. ഇനി നമ്മളിവിടെ നീ എപ്പോൾ പഠിച്ചു എന്നാണെങ്കിൽ ആ വെൻ എന്ന് പറയുന്നതാണ് എപ്പോൾ. അങ്ങനെയാണെങ്കിൽ നീ എപ്പോൾ പഠിച്ചു ആ വെൻ എടുത്ത് ആ ഫ്രണ്ടിലോട്ട് പ്ലേസ് ചെയ്താൽ മതി. സോ വെൻ ഡിഡ് യു സ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെക്നിക്ക് പിടി കിട്ടി അല്ലേ. ഒരു ചെറിയ ടിപ്പ് വൈസ് എടുത്ത് പോകാം. നമുക്ക് ഫുള്ളി ക്ലാസ് ടിപ്പായിട്ട് പോകാം. അപ്പോൾ ടിപ്പ് വൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ, പെട്ടെന്ന് പഠിക്കാനും പറ്റും. അപ്പോൾ നീ എപ്പോൾ പഠിച്ചു കിട്ടി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവീയ ശ്രദ്ധിക്കുക, ഈ ക്ലാസ് നിങ്ങൾ മുന്നോട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി നീ എങ്ങനെ പഠിച്ചു എന്നാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴിൻ്റെ ആ വെന്നെടുത്ത് ഈ ഡിഡ് യു സ്റ്റഡിക്ക് ഈ ഒരു സ്ട്രക്ചറിന് മാറ്റമില്ല, അവിടെ ഒരു ഷിഫ്റ്റും വരുത്തുന്നില്ല സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ, കാരണം അത് അതുപോലെ നിർത്തിയാൽ മതി. അപ്പം നീ എങ്ങനെ പഠിച്ചു എന്നാണെങ്കിൽ ആ ഹൗ എടുത്ത് പ്ലേസ് ചെയ്യുക, ഡിഡ് യു അതേപോലെ നിർത്തുക, വേറെ ഷിഫ്റ്റ് ഒന്നുമില്ല. അപ്പം നീ എങ്ങനെ വേറെ ചേഞ്ച് ഒന്നുമില്ല, എങ്ങനെ പഠിച്ചു നിങ്ങൾ തന്നെ പറയും ഹൗ ഡിഡ് യു സ്റ്റഡി അല്ലേ. അപ്പം നീ എന്ത് പഠിച്ചു എന്ന കാറ്റഗറി ആണെങ്കിൽ വാട്ട് ഡിഡ് യു സ്റ്റഡി, എന്ത് പഠിച്ചു നീ. അങ്ങനെയാണെങ്കിൽ ആ വെന്ന് മാറ്റുക, ഹൗ മാറ്റുക, അവിടെ നമ്മൾ എന്ത് കൊടുക്കുക, വോട്ട് കൊണ്ടുവരിക അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ വെന്ന് നീ എവിടെ പഠിച്ചു, വേർ ഡിഡ് യു സ്റ്റഡി, അത് മാറ്റുക, വേറെ കൊണ്ടുവരിക. അപ്പം പ്ലേസിങ് ഇവിടെ ആ ഒരു WH ക്വസ്റ്റ്യൻസ് നിങ്ങൾ പെതുക്കെ നിങ്ങൾ ആ മലയാളം പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേ കാറ്റഗറി സെൻറ്റൻസ് ഒന്ന് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ പറയാം, നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം നീ പോയോ, അങ്ങനെ പറയും ഡിഡ് യു ഗോ അല്ലേ. അപ്പം നീ എപ്പോൾ പോയി, വെൻ ഡിഡ് യു ഗോ. അപ്പം ഡിഡ് യു ഗോയ്ക്കത് മാറ്റങ്ങളൊന്നുമില്ല, ഡിഡ് യു ഗോ അതുപോലെ നിർത്തിക്കുന്നു. ഇവിടെ ചേഞ്ചിങ് ഇതിന് മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ മാത്രം. നീ എന്തിന് പോയി, അവിടെ നമ്മൾ വൈ കൊണ്ടുവരിക. സോ വൈ ഡിഡ് യു ഗോ. നീ എന്തുകൊണ്ട് പോയി, അതും വൈ തന്നെ, വൈ ഡിഡ് യു ഗോ. അപ്പം നീ എങ്ങനെ പോയി, ഹൗ ഡിഡ് യു ഗോ, ഹൗ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്ലേസിങ് ഇതിന് ഷിഫ്റ്റിംഗ് ഇല്ല, ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ നീ എപ്പോൾ പോയി, എപ്പോൾ പഠിച്ചു, എങ്ങനെ പഠിച്ചു, നീ എപ്പോൾ അവളെ കണ്ടു, എന്തിനവളെ കണ്ടു, അങ്ങനെ പല രീതിയിലുള്ള പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേ ഫോർമാറ്റിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം നല്ല ക്ലിയർ ആയിട്ട് പോകും. ഈ ക്ലാസ്സിൻ്റെ ആ ഒരു സീരിയസ് ആയിട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വെൻ, ഹൗ, വിച്ച്, വെയർ, എവിടെ എന്ന കാറ്റഗറി നിങ്ങൾ WH ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, അതിൻ്റെ മലയാളം മനസ്സിലാക്കുക, അതിനുശേഷം ഈ സ്ട്രക്ചറിൻ്റെ ഫ്രണ്ടിലോട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം നീ പഠിച്ചെന്നാണെങ്കിൽ ഡിഡ് യു സ്റ്റഡി, നീ വർക്ക് ചെയ്യുന്നതാണ് ഡിഡ് യു വർക്ക് ആണ്. ഇനി അവൾ എവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ ഡിഡ് യു മാറ്റിയിട്ട് അവിടെ ഡിഡ് ഷീ കൊണ്ടുവരണം. ഡിഡ് ഷീ വർക്ക്, അവൾ വർക്ക് ചെയ്തു. ഇനി അവൾ എപ്പോൾ വർക്ക് ചെയ്തു, ഇതിവിടെ മാറ്റുക. ഈ ഒരു ഷിഫ്റ്റിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പാസ്റ്റ്, അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും WH ക്വസ്റ്റ്യൻസും ഈ WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പാസ്റ്റ് വെച്ചിട്ടുള്ള സകല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് പാസ്റ്റ് എപ്പോഴും സംസാരിക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് തെറ്റില്ല. ഇപ്പം മെഡിസിൻ എടുത്ത് OT സംബന്ധിച്ചെക്കുറിച്ച് അവർക്ക് കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്യുവാണെങ്കിൽ നീ മെഡിസിൻ എടുത്തു, ഡിഡ് യു ടേക്ക് ആണ്, അവിടെ ടേക്ക് കൊടുത്താൽ മതി. മെഡിസിൻ എന്താണ് കാറ്റഗറി കൊടുക്കുക, ഡിഡ് യു ടേക്ക് ആണ്. നീ എപ്പോൾ മെഡിസിൻ എടുത്തു, ആ വെൻ കൊണ്ടുവന്നാൽ മതി, വെൻ ഡിഡ് യു ടേക്ക് ആണ്. ഞാൻ മെഡിസിൻ എടുത്തില്ല, സോറി എന്ന് ആഡ് ചെയ്യുന്നു. നെഗറ്റീവ് പറയുമ്പോൾ അവർ എപ്പോഴും സോറി പറയും, കാരണം നമുക്ക് അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഒരു ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അവർ ഭയങ്കര പൊളൈറ്റാണ്. അപ്പോൾ അവർ നെഗറ്റീവ് പറയുമ്പോഴത്തേ അവർ സോറി പറയും. അപ്പോൾ നമ്മൾ ചിലപ്പം ഞാൻ പഠിച്ചില്ല, ഡിഡ് നോട്ട് സ്റ്റഡി എന്ന് പറയും, അങ്ങനെ പറഞ്ഞു പോകും. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചില്ല, നമ്മൾ മുഴുവൻ നമ്മൾ ക്ഷമിക്കണം, ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് ചായ കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറില്ല അല്ലേ. നമ്മളൊരു നെഗറ്റീവ് സെൻറ്റൻസ് പറയണം. അപ്പം ഞാൻ ആ നോട്ട് എഴുതിയില്ല. അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ക്ഷമിക്കണം, ഞാനത് ചെയ്തില്ല എന്ന പാറ്റേൺ നമ്മൾ മിക്കപ്പോഴും നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. നമ്മളങ്ങനെ സോറി നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. ബട്ട് അവരെ സംബന്ധിച്ച് അവർ സോറി പറഞ്ഞു, നെഗറ്റീവ് എപ്പോൾ വന്നാലും അവർ സോറി പറയും. ഇപ്പം ഞാൻ വർക്ക് ചെയ്തില്ല എന്ന് നമ്മൾ മലയാളം പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്തില്ലെന്ന് മാത്രം പറയും. ബട്ട് അവരെ സംബന്ധിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു സോറി അവർ ആദ്യം ചേർക്കും. സോറി ഐ ഡിഡ് നോട്ട് വർക്ക് എന്ന് അവർ ആഡ് ചെയ്യും. ഇപ്പം നമ്മുടെ പാറ്റേണിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമല്ല, അവരുടെ ഒരു രീതി പ്രകാരം നമ്മളോട് സംസാരിച്ച് തുടങ്ങണം. സോ നെഗറ്റീവ് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കണം, സോറി പറയണം. അല്ലാതെ നെഗറ്റീവ് പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചില്ല സോറി, ബട്ട് അവൾ പഠിച്ചില്ലെന്ന് പറയുമ്പോൾ അവിടെ കയറി സോറി ഇടരുത്. മൈക്രോ സ്റ്റുഡൻസ് ഇപ്പം അവൾ പഠിച്ചില്ലെന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു പാറ്റേൺ പോയി കഴിയുമ്പോഴത്തേന് അവർ ഷീ ഡിഡ് നോട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ സോറി ഇടും. വേണ്ട, എൻ്റെ കാര്യം ഞാൻ ചെയ്തില്ല, ഐ ഡിഡ് നോട്ട്.
ഐ ഡിഡ് നോട്ട് ഡു, ഐ ഡിഡ് നോട്ട് സീ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ സോറി ഉപയോഗിക്കണം. അല്ലാതെ ഇപ്പോൾ അവൾ പഠിച്ചില്ല, എൻ്റെ അമ്മ പഠിച്ചില്ല, സോറി മൈ മദർ എന്ന് പറഞ്ഞിട്ട് ഡിഡ് നോട്ട് സ്റ്റഡി, അല്ലെങ്കിൽ മൈ മദർ ഡിഡ് നോട്ട് വാക്ക് എന്ന് പറയുമ്പോൾ അവിടെ സോറി ഉപയോഗിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി എന്ത് ഉപയോഗിക്കുക, അവിടെ സോറി ഉപയോഗിക്കുക. അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനങ്ങ് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകണം, നിങ്ങൾക്ക് തെറ്റില്ല പലപ്പോഴും. അപ്പോൾ പോസിറ്റീവായി, നെഗറ്റീവായി, പോസിറ്റീവ്, നെഗറ്റീവ്, WH ക്വസ്റ്റ്യൻ yes or no ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പോയത് വെൻ, വിച്ച്, വെയർ, വോട്ട്, ഹൗ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഡിഡിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേർബ് ഫോംസ് എടുക്കുക, നിങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നീ ഒബ്സർവ് ചെയ്തോ, നീ അത് നോട്ടീസ് ചെയ്തോ, നിങ്ങൾക്ക് തന്നെ സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഡിഡ് യു നോട്ടീസ്, നീ ഇത് എപ്പോൾ നോട്ടീസ് ചെയ്തു, ആ വെൻ അടി ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വെൻ ഡു യു നോട്ടീസ്, നീ ഇത് എപ്പോൾ ഒബ്സർവ് ചെയ്തു, വെൻ ഡു യു ഒബ്സർവ്, നീ ഇത് എങ്ങനെ ഒബ്സർവ് ചെയ്തു, ഹൗ ഡു യു ഒബ്സർവ്, അല്ലേ? അപ്പം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അങ്ങനെ പോകണം. അപ്പോൾ ബേസിക്കായിട്ട് നീ കഴിച്ചോ എന്ന് ചോദിക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കണം പലപ്പോഴും സിറ്റുവേഷനിലും, അല്ലേ? പോയിട്ട് സംബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കേണ്ട സിറ്റുവേഷൻ വരും പേഷ്യനോട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നീ കഴിച്ചോ, അത് പാസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് കഴിഞ്ഞ കാര്യമാണ്, ആദ്യം അത് മനസ്സിലാക്കണം, നീ കഴിച്ചോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക് വരണം, ഡിഡിൻ്റെ സ്ട്രക്ചർ വരണം. സോ ഡിഡ് യു ഹാവ് ആണ്. ഡിഡ് യു ഈറ്റ്, കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഈറ്റ് വരും. കാരണം ഈറ്റ് എന്നുള്ള വേർബ് ഈറ്റ്, ഈറ്റ് എന്നൊക്കെ പറഞ്ഞ വേർബ് ഉണ്ട്. ബട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇച്ചിരി അക്കാഡമിക് എന്ന് പറയുന്നത് ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് യു ഹാവ് ആണ്. അപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ്, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അല്ലേ? നീ എപ്പോൾ കഴിച്ചു, വെൻ, ഹൗ എന്ന കാറ്റഗറി നിങ്ങൾ ആഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ കഴിച്ചു, ഹാഡ് ആണ്. ഞാൻ കഴിച്ചില്ല, ഐ ഡിഡ് നോട്ട് ഹാവ് ആണ്. നീ കഴിച്ചോ, ഡിഡ് യു ഹാവ് ആണ്. നീ എപ്പോൾ കഴിച്ചു, വെൻ ഡിഡ് യു ഹാവ് ആണ്, അല്ലേ? നീ പഠിച്ചോ, നീ പോയോ, നീ വന്നോ, ഞാൻ വന്നു, ഐ കെയിം, ഞാൻ വന്നില്ല, സോറി ഐ ഡിഡ് നോട്ട് കം. ഓർക്കണം, നീ വന്നോ, ഡിഡ് യു കെയിം ആണോ, കമ്മിങ് ആണോ? ഇത് രണ്ടുമല്ല, ഡിഡ് യു കം ആണ്. നീ എപ്പോൾ വന്നു, വെൻ ഡിഡ് യു കം. നീ എങ്ങനെ വന്നു, ഹൗ ഡിഡ് യു കം. നീ എന്തിനു വന്നു, വൈ ഡിഡ് യു കം എന്ന കാറ്റഗറി. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ക്ലിയറാക്കി ക്ലാസ് എടുക്കാനാണ്. കാരണം സമയം എടുത്താലും നിങ്ങൾക്ക് ഒരു ഏരിയ ക്ലിയർ ആയി കിട്ടണം. ആ ഒരു ഏരിയ ഡിഡിൻ്റെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആകണം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഡൂൺ ഡസും കാറ്റഗറി ക്ലാസ് ആണ് ഇനി പറയുമ്പോൾ, അപ്പം നിങ്ങൾക്ക് ഈ ഡിഡും ഡൂൺ ഡസും ഓരോ സെഷനായിട്ട് എടുത്തതിന് ശേഷം ഞാൻ മൂന്നിൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്നുപോലെ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകും. നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ OET IELTS നമ്പർ ബൈ ടിജു ആൻ്റണി. അതേപോലെ TIJU'S ടിപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് ടിപ്സാണ് ഈ ഓരോ ആഴ്ചയിലും, എല്ലാ ആഴ്ചയിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലാസ്സുകൾ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം ഒരുപാട് എവിടെ ആയാലും അവർക്ക് പഠിക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ടിപ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ആ നോട്ടിഫിക്കേഷനകത്ത് ബെല്ലൈക്കൺ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സോട്ട് കാണാം. താങ്ക് യു.